ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ജാനകി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അബിയും അതുപോലെ സക്കീർ ഭായിയും അമലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. എങ്ങനെ ഇതൊക്കെ പറഞ്ഞറിയിക്കണമെന്നുള്ളൊരിതിൽ നമ്മുടെ അമൽ ഓടി വീട്ടിലേക്ക് വരിക. അപ്പോൾ അവിടെ നമ്മുടെ ജാനകിക്ക് കുഞ്ഞിനെ കാണണം, അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകാനും അമ്മയോട് വിവരങ്ങൾ പറയാനുമായിട്ടാണ് അമൽ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്. ഈ സമയത്ത് അവിടെ ജാനകിയും അമ്മയും അതുപോലെ അബിയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറഞ്ഞു തരാനും ഒക്കെ ഉണ്ടെന്നും, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അമ്മ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ മകൾ പറയുന്ന കഥകൾ കേൾക്കാനുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. അതിനുശേഷം പിന്നെ മേരിയമ്മയെ വിളിപ്പിക്കുന്ന കാര്യവും മേരിയമ്മയെ കാണുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം അഭിയും ജാനകിയും കൂടി ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരാം, കാണിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അവരെല്ലാം 3 പേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അതിനുശേഷം സക്കീർ ഭായി ആണെങ്കിൽ അകത്തേക്ക് കയറി വന്നു ജാനകിയെ കാണാനായിട്ട്. ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സക്കീർ ഭായിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നിറകണ്ണുകളോടെ സക്കീർ ഭായി ഇങ്ങനെ ജാനകിയെ മോളെന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക. അപ്പോൾ സക്കീർ ഭായി എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്. എന്തായാലും ഒരുപാട് അനുഭവിച്ചെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ശുഭമായി കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയുന്നു. അപ്പോൾ ജാനകി ആണെന്നുണ്ടെങ്കിൽ അമ്മയെ പറ്റിയും പറഞ്ഞു. അമ്മ എന്നെ മോളേന്ന് വിളിച്ചു സക്കീർ ഭായി എന്നൊക്കെ പറഞ്ഞ് ജാനകി അമ്മയെ പറ്റിയും സക്കീർ ഭായിയോട് പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് ഇതിന് വേണ്ടിയിട്ടായിരിക്കും മോളെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സക്കീർ ഭായി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശരിയാണെന്ന് ജാനകി സമ്മതിച്ചു. അങ്ങനെ ഇവർ ഈ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ അമൽ വീട്ടിലേക്ക് ചെന്ന് പൊന്നു എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പൊന്നുകുട്ടി ഇറങ്ങി വന്നു, അമ്മയും വന്നു. ഇവർ 2 പേരും കൂടി ഇറങ്ങി വരുമ്പോൾ അമലിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം. എന്താ മോനെ, എന്താടാ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ജാനകിയെ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനിയടുത്ത് ഇനി എങ്ങോട്ടും കൊണ്ടുപോകേണ്ടി വരില്ല അമ്മയെന്ന് അമൽ പറയാം. മോനെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് പേടിച്ച് ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജാനകിക്ക് എന്തെങ്കിലും കൂടുതലാണോ തുടങ്ങി ഇതൊക്കെ ചോദിക്കുമ്പം അമ്മേ നമ്മൾ പേടിച്ചതുപോലെ ഒന്നുമില്ലമ്മേ, ജാനിയടുത്തിയുടെ അമ്മ വന്നെന്ന് പറഞ്ഞു. രാധാമണിയെ കൊണ്ടുവന്നോ? ഇനിയിപ്പോൾ ഡൽഹിക്ക് പോകുമ്പോൾ രാധാമണിയും കൂടെ കൂട്ടിയാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഡൽഹിക്കൊന്നും പോകേണ്ട കാര്യമില്ല അമ്മയെന്ന് പറയുമ്പോൾ നീ ഒന്ന് തെളിച്ച് പറ അമലേ, രാധാമണി വന്നെങ്കിൽ പിന്നെന്താ പോകുന്നതിനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. രാധാമണി അമ്മ വന്ന് ജാനിയടുത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല ഇതെന്താ സംഭവം, എന്താ പറയുന്നതെന്നുള്ളത്. അന്നേരത്തേക്കും നമ്മുടെ ജാനകിക്ക് ജീവിതത്തിലേക്ക് ജീവൻ തിരിച്ച് കിട്ടിയെന്നും അതുപോലെ തന്നെ ജാനിയടുത്ത് സംസാരിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അമലും ജാനകിയെ കയറി കണ്ട് സംസാരിച്ച് ജാനകിയുമായിട്ടിരുന്ന് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് 1000 നന്ദി ദൈവങ്ങൾക്ക് പറയുവാണ് നമ്മുടെ അമ്മ. അപ്പോഴത്തേക്കും പൊന്നുകുട്ടിയും വന്നു. പൊന്നുകുട്ടിയോട് പറഞ്ഞില്ല കേട്ടോ അന്നേരം ഈ കാര്യമെല്ലാം പറഞ്ഞ് നമുക്ക് ഇപ്പം തന്നെ എന്താ ചെറിയച്ചാന്ന് ചോദിച്ചു. പൊന്നുകുട്ടി വന്നപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം അതൊക്കെ പറഞ്ഞ് കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോവുക. അപ്പം മോനെ ഞാനും വരുന്നടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ. അപ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ അപർണ തമ്പുരാട്ടിങ്ങ് വരുന്നതും ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണം കേൾക്കുന്നത്. ഇത് ജാനകിക്ക് ജീവിതം തിരിച്ച് കിട്ടിയെന്നുള്ളതൊന്നും കേട്ടില്ല. അപ്പോഴേക്കും ഞാനും വരുന്നടാ മോനെ, എനിക്കും ജാനകി കാണണടാ മോനെ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് മുതൽ വിചാരിച്ചത് ജാനകി ഇപ്പം മരിച്ചു എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ പിന്നെ മരിച്ച ജാനകിയെ ബോഡി കാണാൻ വേണ്ടി പോകുന്നതാണെന്നാണ് ഇവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും അമൽ കൊച്ചിന് എടുത്തുകൊണ്ട് ഓടി, പിന്നാലെ അമ്മ ഓടി. അപ്പോൾ എന്താ എന്നുള്ളൊരിതിൽ ഇവൾ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കഥയറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ് അപർണയുടെ കാര്യം. അപർണ നിന്ന് അങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുക. ഇവർ 3 പേരും കൂടി പോവുകയും ചെയ്തു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് അപർണ നിൽക്കുന്നത്. അപർണ അന്നേരം തന്നെ ഫോൺ എടുത്ത് തമ്പിയെ വിളിച്ചു. തമ്പി ഹലോ എന്താടി മോളെ എന്ന് ചോദിച്ചു. അച്ഛാ നമ്മൾ രക്ഷപ്പെട്ട അച്ഛാന്ന് പറഞ്ഞു. എന്താടി മോളെ, എന്താ അവിടെ വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകതയുണ്ടോന്നോ, ജാനകി ഇനി ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. എന്താ നീ ഒന്ന് തെളിച്ച് പറയടി മോളെ. ജാനകിയെ മരിച്ചെന്നാ അച്ഛാ തോന്നുന്നത്. ജാനകിയെ കാണാനായിട്ട് ഇവിടെ നിന്ന് അമൽ വന്ന് ആ പെണ്ണിനെ എടുത്തുകൊണ്ട് പോയി. പുറകെ തള്ളയിറങ്ങി ഓടിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ബോഡി കാണാനുള്ള പോക്കായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വെപ്രാളം കയറി ഓടുമോ എന്നൊക്കെ മകൾ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ലോട്ടറി അടിച്ച സന്തോഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഇനിയും ജാനകി എന്ന് പറയുന്ന ഒരു സാധനത്തിന് താൻ സഹിക്കേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ അതും പറഞ്ഞ് മകളും അച്ഛനും കൂടെ കുറേ സന്തോഷത്തിൽ ഏതായാലും ഒരു റീത്തൊക്കെ മേടിച്ച് വെച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മകൾ അച്ഛന് പറഞ്ഞു കൊടുത്തു. അയ്യോ അച്ഛനാണെങ്കിലോ അവിടെ കിടന്ന് തുള്ളിച്ചാടുക സന്തോഷം കൊണ്ട്. ഇപ്പം നീ വെച്ചോടി മോളെ, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപർണയ്ക്കും സന്തോഷം, തമ്പിക്കും സന്തോഷം.
അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുമ്പോഴേക്കും ഇവിടെ അമ്മയും അതുപോലെ കുഞ്ഞും കൂടി നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേന്ന് വിളിച്ച് പൊന്നുകുട്ടി ഓടിച്ചെന്നു ജാനകിയുടെ അടുത്തേക്ക്. തിരിച്ചതുപോലെ തന്നെ പൊന്നുവിനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ദേ എൻ്റെ മോളെ നീ തിരിച്ചു വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞു. അതിന് ശേഷം നമ്മുടെ അമ്മ, അതായത് രാധാമണിയമ്മ പ്രഭാവതി അമ്മയെ കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു ഓർമ്മ പോലെ അന്ന് വഴിയിൽ വെച്ച് കണ്ടതിൻ്റെ ആ ഒരു കുഞ്ഞോരോർമ്മ അതങ്ങനെ എവിടെയോ മിന്നി മറിഞ്ഞിങ്ങനെ വന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ പ്രഭാവതി അമ്മ നേരം നമ്മുടെ അമ്മയോട് സംസാരിച്ചു. അതിനുശേഷം ജാനകിയായിട്ട് സംസാരിച്ചു. പിന്നെ നേരത്തേക്കും ഡോക്ടർ വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും ജാനകിയെ ഒരുപാട് സംസാരിപ്പിക്കേണ്ട കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറയാം. കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ജാനകിക്ക് ഒരു ഡിസ്റ്റർബ് ആവില്ല ഡോക്ടർ, ജാനകി സംസാരിച്ചു, ജാനകി കാണാൻ വേണ്ടി ഓടി വന്നതാണെന്നൊക്കെ പ്രഭാവതി അമ്മ അന്നേരം പറയാം. അങ്ങനെ അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൊന്നു ആണെങ്കിൽ അമ്മേന്ന് വിളിച്ച് ജാനകിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ജാനകിക്ക് ഉമ്മ കൊടുക്കുന്നു. പൊന്നുകുട്ടി എന്തോരം സങ്കടപ്പെട്ടെന്നറിയാവോ, എൻ്റെ അമ്മ പൊന്നുകുട്ടിയുടെ അടുത്തേക്ക് ഇനി വരില്ലെന്നാ പൊന്നുകുട്ടി കരുതിയേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു മനസ്സിലെ സങ്കടം അതിങ്ങനെ പൊന്നുകുട്ടി ഇരുന്ന് പറയുവാണ്. അപ്പോൾ പൊന്നുകുട്ടി അതൊക്കെ പറഞ്ഞ് ജാനകിയും അമ്മയും കുഞ്ഞുമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമൽ അബിയോടും എല്ലാവരോടുമായിട്ട് പറയുവാണ്, നമ്മൾ ഓടിപ്പോകുന്നത് അവൾ കണ്ടിട്ടുണ്ട്, എന്തായാലും ജാനകിയടുത്തേക്ക് ജീവൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും അവൾ അവിടെ നിൽക്കുന്നത്, അവൾ സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം തന്നെ നിരഞ്ജനെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ. അപ്പം തന്നെ നിരഞ്ജനെ വിളിച്ചു. നിരഞ്ജനെ വിവരം അറിഞ്ഞു. നിരഞ്ജനയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, ഇപ്പം തന്നെ ഓടി എത്തണം എന്നുള്ളൊരു സന്തോഷത്തിൽ നിരഞ്ജനയും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാമെന്നൊക്കെ നിരഞ്ജന എന്നിട്ട് ഇവരോട് പറയുകയും ചെയ്തു. അങ്ങനെ ആ സംസാരവും കാര്യങ്ങളും അല്ലാതെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജാനകിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ജാനകി ഇന്ന ദിവസങ്ങളിൽ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുക. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്നത് ജാനകിയുടെ ട്രീറ്റ്മെൻറ്റിനും അല്ലെങ്കിൽ ജാനകിയെ ഡൽഹിക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടായിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ജാനകി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ തുടങ്ങിയതെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ പോകാനൊക്കെ ആയിട്ടുള്ളതൊക്കെ അബിയോട് ഇങ്ങനെ പറയുക. അപ്പോൾ അബിയാണെങ്കിൽ 1000 നന്ദിയൊക്കെ ഡോക്ടറോട് പറയുമ്പം എന്നോടല്ല അബി നന്ദി പറയേണ്ടത്, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും അബിക്കും ജാനകിയുടെ അമ്മയ്ക്കും തന്നെയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് അവരിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുവാണ്. അതിനുശേഷം പിന്നെ ഡോക്ടർ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ജാനകിയും അതുപോലെ അമ്മയും അബിയും കൂടി തമ്പിയെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയുടെ മകളാണ് എന്ന് ഇപ്പോൾ പുറം ലോകം അറിയാൻ പാടില്ല. തമ്പിക്കെതിരെയുള്ള കേസ് നടക്കണം. ആ കേസ് ജയിച്ച തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ ജയിലിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ തമ്പിയുടെ മകളാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ മകളാണ് നീ പുറം ലോകം അറിയാൻ പാടുള്ളൂ എന്ന് ജാനകി പറയുമോ, അല്ലാത്ത പക്ഷം ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അയാളുടെ മകളാണെന്ന് ഈ ലോകത്തെ അറിയിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതെല്ലാം കേട്ട അമ്മ അങ്ങനെ അടുത്തിരിക്കും. അപ്പോൾ തമ്പി ഇനിയും കുരിശിൽ കയറണമെന്നുള്ളത് അബിക്ക് മനസ്സിലായി. അപ്പോൾ ജാനകി പറഞ്ഞത് വെച്ച് തമ്പിയാണ് ജാനകിയെ കൊല്ലാൻ നോക്കിയത് എന്നുള്ളത് അബിക്ക് മനസ്സിലായി. അബിയാണെങ്കിൽ ജാനകി അത് പറഞ്ഞപ്പം കുറച്ചുകൂടി ധൈര്യമായി തമ്പിക്ക് നേരെ നിന്ന് പൊരുതാനായിട്ട്. തമ്പി എന്നിട്ടിപ്പോൾ അവിടെ ജാനകി മരിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അബി ഇങ്ങനെ പുറത്തേക്ക് ചെല്ലുന്നു. തമ്പി അന്നേരത്തേക്ക് മരിച്ചു കിടക്കുന്ന ജാനകിയെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നേരെ നമ്മുടെ അബി അങ്ങ് ചെന്നിട്ട് അവൻ്റെ വണ്ടി കണ്ടു. അവൻ്റെ വണ്ടിയുടെ നേരെ അങ്ങ് ചെന്നങ്ങ് നിന്നു. എന്നിട്ട് ഇവനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഇവനെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ട് നീ എൻ്റെ ജാനകിയെ കൊല്ലാൻ നോക്കിയിട്ട് എന്തായടാന്ന് ചോദിച്ച് അവിടെ ഇട്ടിങ്ങനെ ശരിക്കും കൊടുക്കുക തമ്പിക്കിട്ട്. തമ്പി ഇനി ഈ പ്രവൃത്തി ചെയ്യരുത്, അതിന് വേണ്ടിയിട്ട് നീ വിചാരിച്ചു എൻ്റെ ജാനകി അങ്ങ് തീർന്നു പോയെന്ന്, നീ രക്ഷപ്പെട്ടെന്ന് കരുതിയല്ലേടാ, ഈ ഒരു പ്രവൃത്തി നീ ചെയ്തതിലൂടെ നീയാണ് തീർന്നതെന്ന കാര്യം അബി പറയാ. ഇനി നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ലടാ, നിന്നെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി നീ ചെവിയിൽ നുള്ളിക്കോളാനും പറഞ്ഞു. രാധാമണിയമ്മയ്ക്ക് എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടിയെന്നും നീ എന്ന ചെകുത്താൻ ആരാണെന്നും എന്താണെന്നും ഇപ്പം അമ്മയ്ക്ക് അറിയാവുന്നും ഇനി നിൻ്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമ്പി ശരിക്കും പറഞ്ഞങ്ങ് പേടിപ്പിച്ച് തമ്പി ഒരു ഇതാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. തമ്പിക്ക് ഇതെല്ലാം കൂടെ അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളവും ടെൻഷനും കാര്യങ്ങളുമായിട്ട് തമ്പി
അപ്പോൾ മോനെ അബി എന്ന് പറഞ്ഞു, നിർത്തടാ, ആരാടാ തൻ്റെ മോനെന്നും ചോദിച്ചായി. പിന്നെ നമ്മുടെ അബിയെ എന്നിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കും. അപ്പോൾ ജാനകി ജീവിതത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ തമ്പിയോട് ഇങ്ങനെ നമ്മുടെ അബി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ നിൽക്കുക. കാരണം മരിച്ചു പോയെന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് സഹിക്കാൻ കഴിയുമോ? എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, തമ്പിയുടെ ഒട്ടപ്പ് തീർച്ചു എന്ന് തന്നെ പറയാം. അതെല്ലാം കഴിഞ്ഞിട്ട് തമ്പിയെ പേര് വഴിയിലിട്ട് ചവിട്ടി കൂട്ടി വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ അബി അങ്ങ് പോവുകയും ചെയ്തു. ഈ സെക്കൻഡ് നേരം കൊണ്ട് മകളെ വിളിച്ചിട്ട് പറയാം, മോളെ നീ അല്ലേടി പറഞ്ഞത് ജാനകി മരിച്ചെന്ന്. ജാനകി മരിച്ചിട്ടൊന്നുമില്ല, ജാനകി ജീവനോടെ വന്നു, അവനിപ്പം എന്നെ കാണാൻ വന്നതേ ഉള്ളൂ, ഇനി എന്താകുമെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മകളെയും കൂടി പറഞ്ഞ് അങ്ങ് പേടിപ്പിച്ചു അച്ഛൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മകളുടെ കാര്യവും കട്ടപ്പോകയായിരുന്നു മോൾക്കും മനസ്സിലായി. രണ്ടെണ്ണങ്ങളും കൂടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് നമ്മുടെ ജാനകിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ജാനകിക്ക് ഇനി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്രഭാവതി അമ്മ പറഞ്ഞു, ഞാൻ ജാനകിയുടെ അടുത്ത് നിന്നോളാം, ഞാൻ ജാനകിയെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാധാമണിയമ്മ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ എൻ്റെ മോളെ നോക്കിക്കോളാം, ഞാനിവിടെ നിന്ന് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോരുന്ന സമയം വരെ ഞാൻ നോക്കിക്കോളാം എല്ലാമെന്നും നമ്മുടെ രാധാമണിയമ്മ പറയാം. പിന്നെ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവരെല്ലാവരും ഒറ്റ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പ്രഭാവതി അമ്മ അന്നേരം പറഞ്ഞു, ഏതായാലും ജാനകിക്ക് ഇപ്പോൾ സുഖമായല്ലോ, ഇനി എൻ്റെ ആവശ്യം അവിടെ ഇല്ല, ഞാൻ തിരിച്ച് കരുണാലയത്തിലേക്കോ എങ്ങാണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിയും ജാനകിയും പറഞ്ഞു, ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യരുത്, അമ്മ പോകരുത്, അളകാപുരി അമ്മയുടെ വീട് തന്നെയാണ്, അമ്മ അവിടെ നിന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാവതി തനിക്ക് അവിടെ സ്ഥാനമില്ലാത്ത കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അബി പറഞ്ഞു, അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആ വീട് എൻ്റെ പേരിൽ കിടക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ വീട് ഞാൻ അമ്മയുടെ പേരിൽ എഴുതി തരാമെന്ന് വരെ പറഞ്ഞു. മോനെ, അങ്ങനെ ഒരിക്കലും നീ പറയരുതെന്ന് അമ്മ അന്നേരം പറയാം. അമ്മയുടെ അറിവില്ലായ്മ കൊണ്ട് അമ്മയ്ക്ക് കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഇനിയും അമ്മ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാവതി അമ്മ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവരോട് ഇങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർ വിടാതിരിക്കാനും നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രഭാവതി അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതേ സമയത്ത് ഏറ്റവും കൂടുതൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് അപർണയുടെ കാര്യത്തിലാണ്. അമ്മ വീട്ടിൽ വേണമെന്നും അപർണ കൊമ്പൊടിഞ്ഞ് നിൽക്കണമെങ്കിൽ, അവളുടെ അഹങ്കാരം കുറയ്ക്കണമെങ്കിൽ പ്രഭാവതി അമ്മ തറവാട്ടിൽ ഉണ്ടാകണം എന്ന കാര്യം ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും ഒരുപാട് നല്ല നിമിഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.